പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ചക്കക്കുരുവാണേ. ഇതോടുകൂടെ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ചക്കക്കുരു തീർന്നു. ചക്കക്കുരും മുരിങ്ങയിലയും കൂടിയാണ് ഇന്ന് കറി. മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇടുന്നതാണല്ലോ, അതിലൊരു തക്കാളി വേണം. കറി വയ്ക്കാൻ ആവശ്യമായ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്കക്കുരു ഇട്ടു. ചക്കക്കുരു ഐസാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം. ചക്കക്കുരുവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചിടുക. ഒരു തക്കാളി എടുത്തിട്ടില്ലേ, അത് മുറിച്ചിടണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, പിന്നെ എരുണ്ടോ നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. അപ്പം ഇപ്പം കുറച്ച് മുളക് പൊടി ഇടാം. ഞാൻ ചക്കക്കുരുവിലുള്ള ഐസൊക്കെ പോയി തണുപ്പ് മാറിയതിന് ശേഷം അടുപ്പത്ത് വയ്ക്കുള്ളൂ. അതിന് ശേഷം കാണിച്ചു തരാം. പാകത്തിന് ഉപ്പിടാം. നമ്മുടെ ചക്കക്കുരു തിളയ്ക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ മുരിങ്ങേൻ്റെ ഇല നന്നാക്കി വെച്ചില്ലേ, അത് കഴുകിയതിന് ശേഷം മുരിങ്ങയില ചക്കക്കുരുവിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളത്തിൽ കറി ഉണ്ടാക്കുന്നുള്ളൂ. മുരിങ്ങയില ഒന്ന് വാടട്ടെ കേട്ടോ. മുരിങ്ങയിലേക്ക് അധികം വേവില്ല. ഒരു മുറി തേങ്ങ ജീരകവും കൂടെ ചേർത്ത് അരച്ചതാണ്. 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുക. ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. കൂടുതൽ കറി വേണമെന്നുള്ളവർ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കുക. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എനിക്കിവിടെ മീൻ കറിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പച്ചക്കറി മതി എന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ കൊല്ലത്തെ ചക്കക്കുരു ഞാൻ സൂക്ഷിച്ച് വെച്ചതാണേ. ചക്കക്കുരു തോല് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ആ തോല് മാത്രം കളഞ്ഞിട്ട് വേവിച്ചിട്ട് ഉടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ ചെത്തി എടുക്കുക. ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. കുറച്ച് ഉപ്പും കുറവാണ്, എരിവും കുറവാണ്. ഉപ്പിടുക. കുറച്ച് മുളക് പൊടി ഇട്ടു. ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി ഈ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് വറവിട്ട് ഒഴിക്കുകയാണേ. വെളിച്ചെണ്ണയും കടുകും കൂടെയാണിത്. അപ്പം നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ചക്കക്കുരു മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ചക്കക്കാലാണ് വരാൻ പോകുന്നത്. ചക്കക്കുരുവൊക്കെ എല്ലാവരും സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ ചക്കക്കുരു ഇതായി ചക്കക്കാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ.